Hi, Seventh. As you know, we started the chapter symmetry and we just discussed line of symmetry and all. And let us recall that, and we will continue the chapter. Anyway, I'm planning to finish the chapter with this video session because this chapter is not at all important, but still that chapter is there in the textbook. We are just discussing that. This chapter is not going to continue anywhere. Okay. So let us finish the chapter through this video session. Please do not skip the video and watch full video and write a note according to the video. What all the things which I'm explaining in the video, that should be there in the notebook. Okay. So let us recall what is symmetry. What is symmetry is a kind of just around us. If we see around us, there are a lot of symmetrical shapes. Just for example, see window, it have symmetrical squares, identical squares, symmetry is there, isn't it? And you see a floor, we have a kind of symmetry there, we have a lot of squares there, isn't it? So this is what is symmetry. Yeah, symmetry is a kind of a beautiful concept, but as I mentioned, this is not that much important for us. Okay, so we have learned about ആക്സിസ് ഓഫ് സിമെട്രി, ലൈൻസ് ഓഫ് സിമെട്രി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏതൊരു ക്ലാസ്സിൽ ഞാൻ ലൈൻസ് ഓഫ് സിമെട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്തതാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിലും ഒക്കെ ഇതൊന്നും കൂടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സിമെട്രീനെ പറ്റിയിട്ട് സിമെട്രീൻ്റെ ബിഗിനിങ് മുതൽ എഴുതിക്കോളൂ കേട്ടോ. എഴുതിയവരാണെങ്കിലും എഴുതാത്തവരാണെങ്കിലും എഴുതണം. ഓക്കെ, സോ ആദ്യം ഒരു നോട്ട് എഴുതുക സിമെട്രി. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലൈൻസ് ഓഫ് സിമെട്രീനെ പറ്റിയിട്ടാണ്. അതിനുശേഷം റൊട്ടേഷൻ സിമെട്രി എന്ന് പഠിക്കും. അതോടെ നമ്മൾ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. ദിസ് വീഡിയോ വിൽ ബി ഓഫ് സം 15 or 20 minutes maximum. Anyway, we will complete the chapter with this video session. And let me tell you one more thing. ഡു നോട്ട് തിങ്ക് ദാറ്റ് നമുക്ക് ഒരുപാട് സമയം നഷ്ടമായി. ഐ വിൽ നോട്ട് യൂസ് ദ വേർഡ് നഷ്ടമായി ബിക്കോസ് ബാക്കിയുള്ളവർക്ക് വന്ന നഷ്ടങ്ങളൊന്നും അല്ലേ, ഒരുപാട് ആളുകൾക്ക് വന്ന വലിയ നഷ്ടങ്ങളെ സംബന്ധിച്ച് നമുക്ക് വന്നതൊന്നും ഒരു നഷ്ടമേ അല്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ സുഖമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലവർക്ക് വന്ന നഷ്ടങ്ങൾ, ഈ പ്രളയം കൊണ്ട് വന്ന ഈ ലാൻഡ് സ്ലൈഡ് കൊണ്ട് വന്ന നഷ്ടങ്ങൾ കാരണം അത് നികത്താൻ പറ്റാത്തതാണ് പലർക്കും. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ നഷ്ടങ്ങളൊക്കെ നികത്താൻ പറ്റും. ഇനി ഒരിക്കലും വിചാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സ്പീഡാക്കുന്നു വിചാരിക്കുന്നത് ഐ വിൽ നോട്ട് സ്കിപ്പ് എനി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഐ എം ടെല്ലിങ് യു, ദിസ് ഇസ് മൈ വേർഡ്, ഐ വിൽ നോട്ട് സ്കിപ്പ് എനി ഇമ്പോർട്ടൻറ്റ് പോർഷൻ വിച്ച് ഇസ് റിക്വയർഡ് ഫോർ യർ ജേർണി. ഓക്കെ, അത് നമ്മൾ ഞായറാഴ്ച ക്ലാസ് എടുത്തിട്ടാണെങ്കിലും തീർക്കും. ഓക്കെ, പക്ഷേ ഈ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് നമ്മൾ വേഗം ഓടിച്ച് തീർക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഈ വീഡിയോ സെഷൻ കണ്ടിരുന്നോണ്ട് ഈ ചാപ്റ്റർ തീരുന്നു. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലൈൻസ് ഓഫ് സിമെട്രി. സിമെട്രി, യു റൈറ്റ് ദ ചാപ്റ്റർ നെയിം സിമെട്രി, അണ്ടർലൈൻ, ദെൻ യു റൈറ്റ് ദ ഫസ്റ്റ് സൈഡ് ലൈൻ ലൈൻസ് ഓഫ് സിമെട്രി. ഓക്കെ, ആൻഡ് യു ഡ്രോ ദ ഫിഗർ ഓഫ് ദിസ് കാർ. വരച്ചവരും വരയ്ക്കാത്തവരൊക്കെ ഒന്നും കൂടെ വരച്ചോളാം. ഓക്കെ, വരയ്ക്കാം. ഓക്കെ, then you imagine that I'm going to draw a line like this. See, I'm going to draw a line like this. See, I'm going to draw a line like this. And this line will not divide the car into two equal parts. അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇമാജിൻ ദാറ്റ് യു ആർ ഫോൾഡിങ് ദ കാർ അലോങ് ദിസ് ലൈൻ, യു വിൽ നോട്ട് ഗെറ്റ് ടു ഈക്വൽ പാർട്സ്. നോ, സോ ചുരുക്കം പറഞ്ഞാൽ ഇതല്ല ഈ കാറിൻ്റെ ലൈൻ ഓഫ് സിമെട്രി. ഏതാണ്? യു ഹാവ് ടു ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. And this line will divide car into two equal portions. And this line is known as, this is what is line of symmetry. And this line is known as vertical line of symmetry. Vertical. This is known as vertical line of symmetry, and this is known as horizontal line of symmetry. This car has only vertical line of symmetry. Yeah. And what about this? What about this one? It has. Is it have vertical line of symmetry? No, it has only horizontal line of symmetry. അപ്പോൾ ഇത് രണ്ടും വരച്ചിട്ട് ഇറ്റ് ഹാസ് വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി, ഇറ്റ് ഹാസ് ഹോറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രി എന്ന് എഴുതാം. ആർ യു ഫോളോയിങ് മീ? ആൻഡ് ദെൻ യു ഡ്രോ ദിസ് ഫിഗർ. വാട്ട് അബൌട്ട് ദിസ് വൺ? ഇസ് ഇറ്റ് ഹാസ് എ ഹോറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രി? നോ, ഇറ്റ് ഹാസ് എ വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി. ആം ഐ റൈറ്റ്? ഇങ്ങനെ ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പക്ഷം കിട്ടുമോ? ഇല്ല. ഓക്കെ, സോ ഇറ്റ് ഹാസ് ജസ്റ്റ് എ വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി. ആർ യു ഫോളോയിങ് മീ? ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? Then after this you draw this picture. What about this? As I mentioned, it has a vertical line of symmetry. ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡിവൈഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ബട്ട് വാട്ട് അബൌട്ട് ദിസ് ആരോ മാർക്ക്? ഇറ്റ് ഹാസ് എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രി. അങ്ങനെ ഓരോന്നും വരച്ച് അതിൻ്റെ താഴെ വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ എന്ന് എഴുതാം. ആർ യു ഫോളോയിങ് മീ? ഓക്കെ, നൗ ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾക്ക് ഒന്നിലധികം ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ടാവും. അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും അല്ലാതെ. ഫോർ എക്സാമ്പിൾ, യു തിങ്ക് അബൌട്ട് ദിസ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. അതിൽ നോക്കി, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പോർഷൻ കിട്ടും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പോർഷൻ കിട്ടും അല്ലേ? ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പോർഷൻ കിട്ടും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പോർഷൻ കിട്ടും. അപ്പോൾ അതിന് എത്ര ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്? 3 ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്. വാട്ട് അബൌട്ട് ദിസ് സ്ക്വയർ?
ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ രണ്ടെണ്ണം, അപ്പോഴൊക്കെ ഈക്വൽ പൊസിഷനാണ് കിട്ടുന്നത്. ഇങ്ങനെ ആകുമ്പോൾ 2 ഈക്വൽ പൊസിഷനല്ലേ, ഇങ്ങനെ ആകുമ്പോൾ 2 ഈക്വൽ പൊസിഷനല്ലേ. അപ്പോൾ എത്ര എണ്ണം ആലോചിക്കുക, 1 2 3 1 2 ഐ ക്യാനോട്ട് കൗണ്ട്, യു കൗണ്ട് ഇറ്റ്. ഓക്കെ, അതുപോലെ ഇതും വരച്ചോളാം. ഇത് 3 വരയ്ക്കണം കേട്ടോ നിങ്ങൾ. എന്നിട്ട് ഒക്കെ ഈ ലൈൻസ് ഓഫ് സിമെട്രി ഇങ്ങനെ വരച്ച് വെക്കുക. കണ്ടില്ലേ, ഓരോന്നിനും ഒരുപാട് ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട് അല്ലേ. അവസാനം റെഗുലർ ഹെക്സഗൺ അത് വരയ്ക്കുക. അതിന് എത്ര ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ടെന്ന് നോക്കി. ക്ലിയർ? സോ ദിസ് ഈസ് വാട്ട് ഈസ് ലൈൻസ് ഓഫ് സിമെട്രി. എളുപ്പമുള്ള സെഷനാണ് കേട്ടോ, അതാണ് ഞാനിങ്ങനെ പറഞ്ഞു വിടുന്നത്. ദെൻ യു റൈറ്റ് നെക്സ്റ്റ് സൈഡഡ് ലൈൻ റൊട്ടേഷണൽ സിമെട്രി. റൊട്ടേഷണൽ സിമെട്രി. ഓക്കെ, ഈ റൊട്ടേഷണൽ സിമെട്രി കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. റൈറ്റ് ദ നെക്സ്റ്റ് സൈഡഡ് ലൈൻ റൊട്ടേഷണൽ സിമെട്രി. സോ ആസ് എ മെൻഷൻ, റൊട്ടേഷണൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും സിമെട്രി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനങ്ങൾ, അതാണ് റൊട്ടേഷണൽ സിമെട്രി. ഐ ഷോ യു ആൻ എക്സാമ്പിൾ. അതായത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം സിമെട്രി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് വീൽ. സൈക്കിൾ വീൽ ഒന്ന് ആലോചിക്കുക, എത്ര റൊട്ടേറ്റ് ചെയ്താലും അത് നമുക്ക് മനസ്സിലാവുമോ അതിനെന്തെങ്കിലും ചേഞ്ച് വരുമോ? എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും അത് ഒരേ രൂപത്തിൽ തന്നെയല്ല നമുക്ക് തോന്നുന്നത്. അതിനാണ് റൊട്ടേഷൻ സിമെട്രിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ. നോക്കുക, ഇതാണ് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ വീല് നോക്കുക നിങ്ങളിതാ. ഈ വീല് നിങ്ങൾ നോക്കി എത്ര തിരിച്ചു കഴിഞ്ഞാലും ഇതിപ്പം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ. നോക്കി, ഈ വീല് നോക്കുക കേട്ടോ, ഈ വീല് നോക്കണേ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ നോക്കുക. അത് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, ഒരേപോലെയല്ലേ. എത്ര റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ സിമെട്രി ആ ഷേപ്പിന് ഒരു മാറ്റം വരുന്നില്ല, ആ രൂപത്തിനൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആദ്യം എന്തായിരുന്നു ഇപ്പോൾ എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ ദിസ് ഈസ് വാട്ട് ഈസ് റൊട്ടേഷണൽ സിമെട്രി. അത് റൊട്ടേഷണൽ സിമെട്രിക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത്, വീൽ എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഈ ഒരു സ്പ്രേ എടുക്കുക നിങ്ങൾ. ഓക്കെ, ഈ സ്പ്രേ എടുക്കുന്നു. ഈ സ്പ്രേ എടുത്തു കഴിഞ്ഞാൽ ഇതിന് റൊട്ടേഷണൽ സിമെട്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം? ഇപ്പോൾ ഈ സ്പ്രേ ഞാനൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. വാട്ട് യു മീൻ ബൈ 90 ഡിഗ്രി? ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും സിമെട്രി ഉണ്ട് അല്ലേ. പക്ഷേ ഇതിന് റൊട്ടേഷണൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ എങ്ങനെയാണെന്നറിയോ? യു മൂവ് അലോങ് 90 ഡിഗ്രി ഇൻ ദ സെൻസ്. വാട്ട് യു മീൻ ബൈ 90 ഡിഗ്രി? 90 ഡിഗ്രി എപ്പോഴാവുന്നത്? നിങ്ങൾക്ക് പ്രൊട്രാക്ടർ നോക്കിയാൽ മനസ്സിലാവും. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി. ശരിക്കും ഇതാണ് 90 ഡിഗ്രി അല്ലേ. ഇതിനാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ലൈനും ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ വേറെ ലൈനും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. ഇതെത്രയാണ്? 180 ഡിഗ്രി. വാട്ട് ഈസ് ദിസ്? 90. ദെൻ ഇതെത്രയാണ്? 180. ഓക്കെ, അങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മൾ ഇതൊരു 90 ഡിഗ്രിയുള്ള റൊട്ടേഷൻ നമ്മളെപ്പോഴും ബേസ്ഡ് അപ്പോൺ 90 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പല ആംഗിളും റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 90 ഡിഗ്രീനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഞാൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് 90 ഡിഗ്രി ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരുന്നു. അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് ആദ്യത്തെ രൂപത്തിലോട്ടല്ല വരുന്നത്. അടുത്ത 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അപ്പോഴും ഇത് ആദ്യത്തെ രൂപത്തിലല്ല. അടുത്ത 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, ഇപ്പോഴും ആദ്യത്തെ രൂപത്തിലല്ല. അടുത്ത 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, ഇപ്പോൾ അത് ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് രൂപത്തിലോട്ട് മാറി. അതായത് ഇറ്റ് ഹാസ് എ റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4. അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് ഇത് ആ ഒരു സെയിം പൊസിഷനിലോട്ട് വന്നത്. സോ ഇറ്റ് ഹാസ് റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4. അണ്ടർസ്റ്റുഡ്? അതുപോലെയാണ് നിങ്ങൾ ഈ പേന നിങ്ങൾ നോക്കി നോക്കൂ. അതുപോലെ നിങ്ങൾ ഈ പേന നോക്കി നോക്കോളൂ. ഈ പേന ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷൻ. 90 ഡിഗ്രി റൊട്ടേഷൻ. നേരത്തെ പൊസിഷൻ ആയോ? ഇല്ല. ഇപ്പോഴോ? ആയോ? അടുത്ത 90 ഡിഗ്രി ആയോ? ഇല്ല. അടുത്ത 90 ഡിഗ്രി ആയോ? ഇല്ല. അടുത്ത 90 ഡിഗ്രിയിലാണ് ഇത് ഒറിജിനൽ പൊസിഷൻ. അതാണ് ഇറ്റ് ഹാസ് എ റൊട്ടേഷൻ സിമെട്രി ഓഫ് ഓർഡർ 4. ഇനി നമ്മൾ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമ്മൾ ഡീൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ എഴുതണം? ഇപ്പോൾ നമ്മൾ സ്പ്രേയും പേനയും നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റൊട്ടേഷണൽ സിമെട്രി എന്ന് സൈഡുകൾ ഹെഡ്ലൈൻ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുക. ആൻഡ് ലെറ്റ് ഇറ്റ് ബി ABCD. എന്നിട്ട് ഒരു സ്റ്റെപ്പ് 1 എഴുതുക. എന്നിട്ട് എഴുതുക 90 ഡിഗ്രി റൊട്ടേഷൻ. ഇതിന് നിങ്ങളൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ഫസ്റ്റ് പൊസിഷൻ കേട്ടോ. ഈ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുക 90 ഡിഗ്രിയിലോട്ട്. അതായത് ഈ A എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഈ പൊസിഷൻ എങ്ങനെയാവും? വീണ്ടും ഇതുപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ A വരും അല്ലേ. ഈ A ഇവിടെ വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. A ഇവിടെ B വരും അല്ലേ. ഇവിടെ C വരും, ഇവിടെ D വരും. എന്നിട്ട് ഒന്നും കൂടെ സ്റ്റെപ്പ് 2 അടുത്ത 90 ഡിഗ്രി റൊട്ടേഷൻ. അപ്പോൾ വീണ്ടും അപ്പോൾ എന്ത് വരും? ഇവിടെ A വരും,
അല്ല ഇവിടെ ബി വരും, ഇവിടെ സി വരും, ഇവിടെ ഡി വരും ആണല്ലോ. ഇനി അടുത്ത് സ്റ്റെപ്പ് 3 വീണ്ടും 90 ഡിഗ്രി റൊട്ടേഷൻ. വൃത്തിയായിട്ട് എഴുതണേ. അപ്പോൾ ഇങ്ങനെ വരും, ഇവിടെ എ വരും, ഇവിടെ ബി വരും, ഇവിടെ സി വരും, ഇവിടെ ഡി വരും. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത 90 ഡിഗ്രി റൊട്ടേഷൻ. സ്റ്റെപ്പ് 4 90 ഡിഗ്രി റൊട്ടേഷൻ. അപ്പോൾ എന്ത് വരും? ഇവിടെ എ വരും അല്ലേ, ഇതിങ്ങോട്ട് വരില്ലേ, ഇവനിങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ എ വരും. അതായത് നൗ ഇറ്റ് ഈസ് ഇൻ ദ ഒറിജിനൽ പൊസിഷൻ, ഐ മീൻ ഒറിജിനൽ ഫോം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാധനം പിന്നെ 4 റൗണ്ട് കഴിയുമ്പോഴാണ് ഇവിടെ. അപ്പോൾ എന്ത് എഴുതുക? ഇവിടെ എഴുതുക ഇറ്റ് ഹാസ് റൊട്ടേഷൻ സിമെട്രി ഓഫ് ഓർഡർ 4. അപ്പം ഇതൊക്കെ മതി, നമുക്കിത് ധാരാളം മതി. റൊട്ടേഷൻ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായി, അത് ഓർഡർ എന്താണെന്ന് മനസ്സിലായി, നിങ്ങൾക്കത് മതി. ഇത് 90 ഡിഗ്രീൻ്റെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ശരിക്കും 120 ഡിഗ്രിയും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ നമുക്ക് അൺനെസസറി ആയിട്ട് ഓരോ സമയങ്ങളുടെ കാര്യമുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇത്ര എഴുതി റൊട്ടേഷൻ ഐ മീൻ സിമെട്രി ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. താങ്ക് യു. ബൈ.